ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ അടിസ്ഥാന ശാസ്ത്രമാണ് കേട്ടോ. അപ്പം അടിസ്ഥാന ശാസ്ത്രത്തിൽ ഫസ്റ്റ് ചാപ്റ്ററായ വിളയിക്കാം 100 മേനി എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ പാതി വെക്കൽ കഴിഞ്ഞു അല്ലേ, ലെയറിങ് കഴിഞ്ഞ്. ഇനി നാഗപാതി വെക്കലാണ് കേട്ടോ. സെർപ്പൻറ്റീവ് ലെയറിങ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നാഗപാതി വെക്കൽ എന്ന് പറഞ്ഞാൽ നാഗപതി വെക്കൽ, ഓക്കെ. നാഗപതി വെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം. എങ്ങനെയാണ്? കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ ഉണ്ടല്ലോ, അത് മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ചിട്ട് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. അപ്പൊ മണ്ണിട്ടാൽ അവിടെയൊക്കെ അവിടെയൊക്കെ വേര് വരും അല്ലേ. അപ്പൊ ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നമുക്ക് ലഭിക്കും. വിവിധ രീതികളിൽ പതിവെക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാ നോക്കൂ. എയർ ലെയറിംഗ് അല്ലെ, വായുവിൽ പതിവെക്കലുണ്ട്. വായുവിൽ പതിവെക്കുന്ന ഏതൊക്കെയാണ്? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം, ഇതൊക്കെ വായുവിൽ പതിവെക്കലാണ് അല്ലെ. ഇനി നാഗ പതിവെക്കൽ സെർപ്പന്റീവ് ലെയറിങ്. ഈ ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ചമ്മന്തി, വെറ്റില, അതൊക്കെ വള്ളികളായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിലൊക്കെ ഈ കുറെ മണ്ണിട്ട് ഓരോ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്ന സ്ഥലത്തൊക്കെ അവിടെയൊക്കെ വേരുമുളയ്ക്കും അല്ലെ. ഈ ഏതൊക്കെ? ബോഗൺവില്ലയും മുല്ലയും പിച്ചിയും, ബോഗൺവില്ലയും മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ചമ്മന്തി, വെറ്റില, അതൊക്കെ ഇങ്ങനെ ഈ നാഗപതിവെക്കലാണ് കേട്ടോ. ഓക്കെ. ഇനി പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ നോക്കൂ. ഈ പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ഈ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. എപ്പോഴും അതിന്റെ മാതൃസസ്യം എന്ന് പറഞ്ഞാൽ അത് എവിടുന്നാണ് ആ സസ്യത്തിലെടുത്തത്, അതിന്റെ ഗുണങ്ങൾ അതുണ്ടാവും അല്ലെ, അതിനുണ്ടാവും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. ചെടിയുടെ വലിപ്പവും പിന്നെ അതിനുള്ള ആയുസ്സും കുറവായിരിക്കും അല്ലെ. കുറെ കാലമൊന്നും നിൽക്കൂല. പിന്നെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലെ. വേഗത്തിൽ പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. തായ് വേരുപടലം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഴത്തിലേക്ക് വേരുപടലം പോകില്ല. കൂടുതൽ പരിചരണം അതിന് ആവശ്യമാണ് അല്ലെ. പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ശാസ്ത്ര പുസ്തകത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഈ പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ തിരിച്ചിട്ട് പുസ്തകത്തിൽ എഴുതുക. ഓക്കെ. ഇവിടെ നോക്കൂ, വേര് മുളപ്പിക്കൽ ഇങ്ങനെയുണ്ട്. എങ്ങനെയാണ്? തണ്ട് ഉപയോഗിച്ചിട്ടുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. നമുക്ക് ഈ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ഈ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ അടങ്ങിയ ലായനിയില് വേര് മുളയ്ക്കേണ്ട ഈ കാണ്ഡഭാഗം എടുത്ത് മുക്കി വെക്കുക, എന്നിട്ട് വേഗത്തിൽ വേര് പിടിക്കുന്ന രീതിയാണ് ഇന്ന് നിലവിലുള്ളത് അല്ലെ. ഇനി കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞത് അല്ലെ, ഗ്രാഫ്റ്റിങ്. ചിത്രം നോക്കൂ. ഈ മാവിന്റെ ഒരു തൈ വേണം, അത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? ഈ മാവിന്റെ ഒരു തൈ വേണം. അപ്പൊ എങ്ങനെയാണ് അത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ് അല്ലെ. വിത്ത് നട്ടാലോ മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങൾ കഴിയും. അതിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നും ഒന്നുമില്ല അല്ലെ. അതായത് വിത്ത് നട്ട് മാങ്ങ കുറെ വർഷങ്ങൾ കഴിയും, അതിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ തൈ ഉണ്ടാകുന്നത് എങ്ങനെയാ? നമുക്ക് പരിശോധിക്കാം. 2 ഇനം മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. നോക്കൂ, ഈ പട്ടിക വിശകലനം ചെയ്യാം നമുക്ക് അല്ലെ. നാടൻ മാവാണ് കേട്ടത്. താരതമ്യേന ചെറിയ മാങ്ങയാണ് നാടൻ മാങ്ങ എന്ന് പറയുന്നത് അല്ലെ. പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണിത് അല്ലെ. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേകം പരിചരണം ആവശ്യമില്ല ഈ നാടൻ മാവിൽ അല്ലെ. ഇനി നോക്കൂ, നീലം മാവാണിത് കേട്ടോ. വലിയ മാങ്ങയായിരിക്കും ഇത്. നല്ല മധുരമുള്ള മാങ്ങയാ. നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല, നല്ല പരിചരണവും വേണം അതല്ലേ. ഇപ്പൊ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് നീലമാവ് അല്ലെ. പക്ഷെ മധുരമുള്ള 2 മധുരമുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ മാവാണ് ഇത് നാടൻ മാവിന്റെ അല്ലെ, ചെറിയ മാങ്ങയാണ്. പക്ഷെ നീലമാവിന്റെ വലിയ മാങ്ങയാണ്.
പിന്നെന്താണ്, നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്നതാണ് നാടൻ മാവ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായി വളരൂല ഈ നീലമാവ്. പിന്നെ പ്രത്യേക പരിചരണം ആവശ്യമില്ല നാടൻ മാവിന് അല്ലേ. പക്ഷെ നീലമാവിന് നല്ല പരിചരണവും വേണം. ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാ മികച്ചത്? നീലമാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? നീലമാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? നീലമാവിന്റെ ഒരു കമ്പ് നാടൻ മാവിന്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? നീലമാവിന്റെ ഒരു കമ്പുണ്ടല്ലോ, നാടൻ മാവിന്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? നമ്മുടെ മണ്ണിൽ നന്നായി വളരും, നീലമാവിന്റെ മാങ്ങ ലഭിക്കുകയും ചെയ്യും അല്ലെ. ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു തൈ ഉണ്ടാകുന്ന ഇത് എങ്ങനെയാന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഈ രീതി കമ്പ് ഒട്ടിക്കുക. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തെരഞ്ഞെടുക്കുക. എന്താണ് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തെരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്താണ് വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ചിത്രത്തിൽ കണ്ടില്ലേ റൂട്ട് സ്റ്റോക്ക് അല്ലേ. നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഓക്കെ, ഇതിനെ സയൻ എന്ന് പറയുന്നു. അതാണ് സയൻ. ഇത് കമ്പ് മുറിച്ചെടുക്കുന്നതാണ് അല്ലെ, ഈ കമ്പിനാണ് സയൻ അല്ലെ. അതായത് ആ നീലമാവിന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക, ഇതിനെ സയൻ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൻ ആയി തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ്, പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പുകളാണെന്ത് സയൻ ആയി തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. കമ്പൊട്ടിക്കാനായി എന്താ, റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് എന്താണ് 15 സെന്റിമീറ്റർ മുകളിൽ മുറിച്ച് മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ മുകളത്തെ ഇതിന്റെ കേട്ടോ, ഇതിന്റെ അവിടുന്ന് 15 സെന്റിമീറ്റർ മുകളിൽ മുറിച്ച് മാറ്റുക. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. കത്തി ഉപയോഗിച്ചിട്ട് എന്താക്കുക, ഈ ഭാഗത്ത് നടുവിലായിട്ട് കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയനിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ കണ്ടല്ലേ ഇങ്ങനെ താഴോട്ടേക്ക് മുറിക്കുക. ഓക്കെ, സയനിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്ന പോലെ ചെരിച്ച് ചെത്തുക. കണ്ട, ഇതുപോലെ ചെരിച്ച് ചെത്തുക. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികെ വെച്ച്, കണ്ടോ അതിന് എന്താണ് ഇവിടെ കത്തിനോട് നമ്മൾ ഇതാക്കിയില്ലേ മുറിച്ചില്ലേ, അതിന്റെ ഇടയിലേക്ക് എന്താണ് ഈ സയൻ, ഈ കൊമ്പ് കണ്ടില്ലേ, ഇത് എന്താക്കുക വിടവിലേക്ക് സയൻ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടുക. കണ്ടോ, പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് കണ്ടോ ചുറ്റിക്കെട്ടുക. ഓക്കെ, സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി തരാം. അങ്ങനെ സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ എന്താണ് ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി തരാം അല്ലെ. ഇതിനാണ് നമ്മൾ ഒട്ടുമാവ് എന്നൊക്കെ പറയല്ലേ. അതാണിത് കേട്ടോ. ഇനി നോക്കൂ, കമ്പൊട്ടിക്കൽ. ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. എന്താണ്, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്ത്, കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. മനസ്സിലായല്ലോ, ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. ഓക്കെ, കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അല്ലെ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലെ. പിന്നെയോ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുക. ഇനി കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാവാം? ഈ കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാവാം? സയനായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരുമോ? അപ്പോൾ അവിടെ സയനായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. നോക്കാം, കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ? കമ്പൊട്ടിച്ച് താഴെ താഴ്ന്നു വരുന്ന മുകുളം കണ്ടില്ലേ? ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. മൂവാണ്ടൻ മാവിൽ നീലം മാവിന്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണല്ലോ ചർച്ച ചെയ്തത് അല്ലെ. മൂവാണ്ടൻ മാവിന്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിനെ തന്നെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? ഇവിടെ സയൻ ആയി എടുക്കുന്ന മാവിൻ കൊമ്പിന് ഈ മാതൃസസ്യത്തിന്റെ പ്രായം ഉണ്ടാകില്ലേ?
വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ? മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയണായും തിരഞ്ഞെടുക്കും? ഇതിനുള്ള കാരണം നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. ഓക്കെ. ഇനി മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ്. എന്താണ് മുകുളം ഒട്ടിക്കൽ അല്ലേ? ഇതാണ് ബഡ്ഡിങ് വരുന്നത് അല്ലേ? കമ്പിന് പകരം മുകുളം ബഡ് എടുത്താലോ? നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? ബഡ് തൈകളുടെ പരസ്യം നോക്കൂ. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത്? അപ്പൊ ബഡ് തൈകളാണ് ഇത് കേട്ടോ. മറ്റേത് എന്തായിരുന്നു? ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ കമ്പൊട്ടിക്കലാണ് അല്ലെ? കമ്പുകൾ തമ്മിൽ ഒട്ടിക്കുന്നതാണ് അല്ലെ? കമ്പൊട്ടിക്കലാണ് അല്ലെ? ഇതെന്താണ്? ബഡ്ഡിങ്, മുകുളം ഒട്ടിക്കലാണ് അല്ലെ? അപ്പൊ കമ്പിന് പകരം എന്താ? മുകുളം എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ? അപ്പൊ നോക്കൂ, നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത് അല്ലെ? മികച്ച തൈകൾ, മിതമായ വിലയ്ക്ക്, കൂടുതൽ ഉൽപാദനം, കട്ടിയുള്ള പാൽ. ഇതാണ് ഇവിടെ പരസ്യം കൊടുക്കുന്നത് അല്ലെ? ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിന്റെ മുകുളമാണ് സയണായി എടുക്കുന്നത് അല്ലെ? നേരത്തെ സയണായി എടുത്തത് കമ്പായിരുന്നു അല്ലെ? ഇവിടെ എന്താണ്? മുകുളം, റബ്ബറിന്റെ മുകുളമാണ് സയണായി എടുക്കുന്നത്. ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണിത് മുകുളം ഒട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണിത് മുകുളം ഒട്ടിക്കൽ. ഈ രീതിയിൽ നമുക്കൊരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ? മുകുളം ഒട്ടിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നോക്കാം. നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. കണ്ടോ? തൊലിയോടുകൂടി മുകുളം ചെത്തിയെടുക്കണം അല്ലെ? ഇതാണ് സയണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തരി ചെത്തി മാറ്റുക. അങ്ങനെ ചെത്തി മാറ്റുക. ഓക്കെ. ഇനി മൂന്നെന്താ? റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. കണ്ടോ? മുകുളം പുറത്തേക്ക് വരുന്ന അതില് എന്താണ്? പൊതിഞ്ഞു കെട്ടുക. എന്താണ്? മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. പിന്നെന്താണ്? ഘട്ടം 4. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി തടുക. ഓക്കെ. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ എന്താക്കുക? പറമ്പിലേക്ക് മാറ്റി തടുക. ഇതാണ് എന്ത്? ബഡ്ഡിങ്ങിന്റെ ഇതിലെ രീതി. ഇനി നോക്കൂ, ഇവിടെ മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളും മുകുളങ്ങൾ ഒട്ടിച്ചേർത്ത് ജൈവ വൈവിധ്യത്തിൽ നട്ടു വളർത്തു. മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നാം പരിചയപ്പെട്ടത് അല്ലെ? മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കാം? എങ്ങനെ ഉണ്ടാക്കും നോക്കാം. മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇനം 1, ഇനം 2 അല്ലെ? ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതകളുണ്ട് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ഗുണമുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട രീതികൾ അനുയോജ്യമാണോ? 2 ചെടികളുടെയും നല്ല ഗുണങ്ങളടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? പരാഗണം വഴിയാണല്ലോ വിത്ത് ഉണ്ടാക്കുന്നത്. വിവിധ പരാഗണ രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. മത്തൻ ചെടിയിലെ പരാഗണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. കണ്ടോ? പരാഗണ രേണുക്കൾ. എന്താണ്? പരാഗ രേണുക്കൾ അല്ലെ? അത് ഇതോ സ്വപരാഗണം, ഇത് പരപരാഗണം അല്ലെ? പരാഗരേണുക്കൾ. അപ്പൊ സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ടാണത്? 2 മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏതു തരം പരാഗണമാണ് നടക്കേണ്ടത്? പ്രാണികൾ വഴി പരാഗണം നടത്താൻ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടത്തുന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ അല്ലെങ്കിൽ കൃത്രിമമായി പരാഗണം നടത്താൻ കഴിയുമോ? പരപരാഗണം നടത്താൻ കഴിയുമോ? കൃത്രിമമായി നോക്കാം. കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെ? താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കൂ. എന്താണ്? സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു.
അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. പിന്നെ ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരണങ്ങൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കിട്ടുകയാണ്. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുകയാണ്. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി പൂവ് വീണ്ടും പൊതിഞ്ഞു കിട്ടുന്നു. ഇതാണ് എന്ത്? ഈ കൃത്രിമ പരാഗണത്തിന്റെ ഒരു ഘട്ടങ്ങൾ അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കുളങ്ങളിൽ ടിക്ക് ചേർക്കുക. കാരണം ചർച്ച ചെയ്യുക. പൂ വിരിഞ്ഞ ഉടനാണ്, പൂ നന്നായി വിരിഞ്ഞ ശേഷമാണ്, പൂ വാടാൻ തുടങ്ങുമ്പോഴാണ്, എപ്പോഴാണ് അത് എന്താണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്? വർഗസംകരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തെരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണിത് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഓക്കെ, ചില സങ്കരയിനം വിത്തുകൾ നമുക്ക് പരിചയപ്പെടാം. സസ്യം സങ്കരയിനം വിത്തുകൾ എന്തൊക്കെയാണ്? മുളകില് ഉജ്ജ്വല ജ്വാലമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ലില് പവിത്ര അന്നപൂർണ, തെങ്ങില് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ടയില് സൽകീർത്തി കിരൺ. ചന്ദ്രലക്ഷ്യം ഭാഗ്യലക്ഷ്മി അല്ലേ. അപ്പോൾ വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കേരള കാർഷിക സർവകലാശാല KAU മണ്ണുരുത്തി തൃശ്ശൂർ അല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും CTCRI ശ്രീകാര്യം തിരുവനന്തപുരം. എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടത്തുന്നത് അല്ലേ. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ വിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. പിന്നെ കേന്ദ്ര തൊട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. CPCRI കാസർഗോഡ് കേട്ടോ. അത് നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രം ഉണ്ടോ? ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രം ഉണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കൂ. ശേഖരിച്ച വിവരങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. വിത്തും വിളവും എന്താണ്? കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കേനി. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി നോക്കുക കേട്ടോ. ഈ വിത്തും വിളയുന്നുള്ള ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.